പഠനത്തിനാണ് നാം ഓരോരുത്തരും റമദാനിന്റെ തുടക്കം മുതൽ ഈ മജ്ലിസിൽ ഇരിക്കുന്നത്. അല്ലാഹു തആല ഖുർആൻ സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും പെടുത്തുമാറാകട്ടെ. ഈ ഇരുത്തം നാളെ ആഖിറത്തിൽ പ്രയോജനപ്പെടുന്ന ഇരുത്തമായി അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അത് വളരെ വലിയ ഒരു അത്ഭുതവും നമ്മുടെ വഴികാട്ടിയുമാണ്. നമ്മുടെ ഖുർആൻ എന്താണെന്ന് അതിന്റെ ആളുകളായ നമുക്കറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്തിട്ട് മുസ്ലിമീങ്ങളായ ആളുകളോട് യുദ്ധം ജയിക്കാതെ വന്നപ്പോൾ അതിന്റെ കാരണത്തെ സംബന്ധിച്ച് പാശ്ചാത്യർ പഠനം നടത്തിയിട്ട് അവരുടെ പാർലമെന്റിൽ അവർ പറഞ്ഞ കാര്യം, ഈ പരിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഉള്ളോടത്തോളം കാലം അവരെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. പരിശുദ്ധ ഖുർആൻ അത് വല്ലാത്തൊരു അമാനുഷികമായ ഗ്രന്ഥമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചു, ഇതിന് പറ്റിയ ഒരു ആയത്തെങ്കിലും ഖുർആനിനോട് കിടപിടിക്കുന്ന ഒരായത്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇന്നേ വരെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത്രയേറെ ശാസ്ത്രം പുരോഗമിച്ചു. ഇന്ന് എന്ത് ചോദിച്ചാലും അതിന്റെ ഇരട്ടിയായി ഉത്തരം നൽകുന്ന AI സംവിധാനങ്ങൾ വന്നു. എന്നാലും പരിശുദ്ധ ഖുർആനിന് തത്തുല്യമായ ഒരു ആയത്തെങ്കിലും ഇന്നേ വരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കഴിയുകയുമില്ല. ഖുർആനിനെ മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരു ഹർഫിനോ ഒരു പുള്ളിക്കോ മാറ്റം വരുത്താൻ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിയില്ല. പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് റബ്ബാണ്. അവൻ തന്നെ അതിനെ കാത്തുരക്ഷിക്കും. അത് വളരെ യാഥാർത്ഥ്യപരമായ കാര്യമാണ്. പക്ഷെ മുസ്ലിമീങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല ഖുർആനിനെ യഥാർത്ഥമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അത് നല്ല നിലയ്ക്ക് പഠിക്കാൻ കഴിയും. പരിശ്രമിക്കണം, അതിനുവേണ്ടി പരിശീലനം നടത്തണം എന്നുള്ളതാണ് ഞാൻ ഉത്ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഖ്റജിന്റെ ക്ലാസ്സാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഖ്റജ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആനിൽ. ഓരോ അക്ഷരങ്ങളും കൃത്യമായി ഉച്ചരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് മഖ്റജ് ഇത്ര ദിവസമായി നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ അക്ഷരങ്ങൾ, 2, 3, 4, 5, 6 അക്ഷരങ്ങളാണ് ഓരോ ദിവസവും എടുക്കുന്നത്. അത് പഠിക്കേണ്ട പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മഖ്റജ് തീർക്കാം. അപ്പൊ ഏതായാലും തൊണ്ടയിൽ നിന്ന് 6 അക്ഷരങ്ങൾ പറഞ്ഞു, അത് നമ്മൾ പഠിച്ചു അൽഹംദുലില്ലാഹ്. നാവിൽ നിന്ന് 18 അക്ഷരങ്ങളുണ്ട്, അതിൽ 12 അക്ഷരങ്ങളും ഇതുവരെ നമ്മൾ പഠിപ്പിച്ചു. ഇനി ബാക്കിയുള്ളത് 6 അക്ഷരങ്ങളാണ് നാവിൽ നിന്ന്. നാവിനെ 5 ആയി തിരിക്കുക. ഒന്ന് അഖ്സൽ ലിസാൻ, നാവിന്റെ അങ്ങേ അറ്റം, അവിടെ നിന്ന് 2 അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. ഏതൊക്കെയാ? ഖാഫ്, അതിന്റെ തൊട്ട് മുകളിൽ കാഫ്, ഖാഫ്, കാഫ്. രണ്ടാമതായി വസത്തുൽ ലിസാൻ, നാവിന്റെ മധ്യം, അതിൽ നിന്ന് 3 അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. ജീം, ഷീൻ, യാ. അതും എല്ലാവരും പറഞ്ഞു. അതിൽ നിന്ന് 1 അക്ഷരമാണ് പുറപ്പെടുന്നത്, ദ്വാദ്. ഏതാണ്? ദ്വാദ്. അത് ഇച്ചിരി കട്ടി കൂട്ടി നാക്കിന്റെ മുകളിൽ ശ്വാസം നിറച്ച് വേണം ദ്വാദ് പറയാൻ. ഇനി അടുത്ത സ്ഥലമാണ് ത്വറഫുൽ ലിസാൻ. അതിൽ നിന്ന് 6 അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. ആദ്യമായി ലാമാണ്. അത് പ്രത്യേകം നമ്മൾ പഠിക്കണം. ലാമ് അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിനെ ഉച്ചരിക്കുന്നതിൽ പലപ്പോഴും തെറ്റുവരുന്നത് ലാമിന്റെ മഖ്റജ് ശരിയാകാത്തത് കൊണ്ടാണ്. നമസ്കാരം പോലും ഫസാദായി പോകും. അപ്പൊ ലാമ് നാവിന്റെ അറ്റവും മേൽമുൻപല്ലുകളുടെ ഊനും, ഊനെന്നാൽ ആ തടിച്ചിരിക്കുന്ന പല്ലിന്റെ മുകളിലുള്ള സ്ഥലമാണ്. നാവിന്റെ അറ്റവും മേൽമുൻപല്ലുകളുടെ ഊനും. ലാം, ലാം. എന്നാൽ അല്ലാഹു എന്ന് പറയുമ്പോൾ 2 ലാമാണ്. അതിനെ കട്ടി കൂട്ടി വേണം, തഫ്ഖീമാക്കി വേണം പറയാൻ. അല്ലാഹു, അല്ലാഹു. മനസ്സിലായല്ലോ? ഞാൻ അതിന്റെ തൊട്ട് മുകളിലാണ് നൂന്. ലാമിന്റെ തൊട്ട് മുകളിലാണ് നൂന്. അതിന്റെ തൊട്ട് മുകളിലാണ് റാ, റാ.
അർ-റഹ്മാൻ. പലരും ഇങ്ങനെയൊക്കെ വിറപ്പിച്ച് പറയാറുണ്ട്. അപ്പൊ പല റാ കടന്നു വരും. അത് തെറ്റാണ് അങ്ങനെ ഉച്ചാരണം. അർ-റഹ്മാൻ ആ രീതിയിൽ വേണം ഉച്ചരിക്കാൻ. ഇനി അടുത്തത് നാവിന്റെ ആ അറ്റത്ത് നിന്ന് തന്നെ, പക്ഷെ അതിന്റെ മുകളിൽ മുട്ടുന്ന സ്ഥലം അല്പം മാറുന്ന ആ പല്ലിന്റെ ചുവട്ടിലേക്ക് മുട്ടിച്ചിട്ട് വേണം പറയാൻ. ത്വാ ദാൽ ത. ത്വാ ദാൽ ത. ത്വാ ദാൽ ത. നാവിന്റെ അറ്റം മേൽമുൻപല്ലിന്റെ ചുവട്ടിൽ മുട്ടിച്ചിട്ട് വേണം ഈ 3 അക്ഷരങ്ങൾ പറയാൻ. മനസ്സിലായോ? ഇനി അടുത്തത് ഇന്ന് പഠിക്കുന്നത് ത്വറഫുൽ ലിസാൻ കഴിഞ്ഞു. ഇനി അവസാനത്തെ നാവിന്റെ സ്ഥലം റഅസു ത്വറഫുൽ ലിസാൻ. നാവിന്റെ അരികിന്റെ തല, നാവിന്റെ അറ്റത്തിന്റെ തല. റഅസു ത്വറഫുൽ ലിസാൻ. അതിൽ നിന്ന് 6 അക്ഷരങ്ങൾ പുറപ്പെടുന്നു. ആദ്യമായിട്ട് 3 അക്ഷരം വാ ദാൽ സ. വാ ദാൽ സ. അത് നാവിന്റെ അറ്റത്തിന്റെ തല മേൽ മുൻപല്ലിന്റെ അരികിൽ മുട്ടിച്ചിട്ടാണ് പറയുന്നത്. മുൻപല്ലിന്റെ അരിക് എന്ന് പറയുമ്പോൾ ഈ താഴത്തെ അരിക്. നാവിന്റെ അറ്റത്തിന്റെ തല ഏറ്റവും അങ്ങേയറ്റം, നാവിന്റെ ഏറ്റവും ഇങ്ങേയറ്റം, അത് മുൻപല്ലിന്റെ അരികിൽ മുട്ടിച്ചിട്ടാണ് വാ ദാൽ സ. വാ ദാൽ സ. കുത്തുള്ള അക്ഷരങ്ങളാണ്. വാ ദാൽ സ. അത് ദ്വാദിലേക്ക് പോകാൻ പാടില്ല. പലപ്പോഴും ദ്വാദ് പറയുമ്പോൾ ലായിലേക്കും ലാ പറയുമ്പോൾ ദ്വാദിലേക്കും പോകാറുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല. ദ്വാദ് വേറെ മഖ്റജാണ്, ലാ വേറെ മഖ്റജാണ്. അപ്പോ ലാ ദാൽ സ അതിന്റെ മഖ്റജ് എവിടെയാണ്? നാവിന്റെ അറ്റത്തിന്റെ തലയും മേൽ മുൻപല്ലിന്റെ അരികും അവിടെ മുട്ടിച്ചിട്ടാണ് ആ 3 അക്ഷരങ്ങൾ പറയേണ്ടത്. ഇനി അവസാനത്തെ 3 അക്ഷരങ്ങൾ സ സീൻ സ്വാദ്. അതെവിടെ നിന്നാണ്? അതിന്റെ നാവിന്റെ അറ്റത്തിന്റെ തലയും മേൽ മുൻപല്ലിന്റെ താഴ്ഭാഗവും താഴ്മുൻപല്ലിന്റെ മേൽഭാഗവും. അതായത് 2 മുൻപല്ലുകളുടെ ഇടയിൽ നാവ് വെച്ചിട്ട് വേണം സ സീൻ സ്വാദ്. സ്വാദ് പറയുമ്പോൾ അല്പം കട്ടി നാക്കിന് കൊടുക്കണം. സ്വാദ് സ്വാദ്. ഈ മലയാളികൾക്ക് ഈ അക്ഷരം പെട്ടെന്ന് വഴങ്ങി കിട്ടും പരിശീലിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഉത്തരേന്ത്യയിലേക്കുള്ള ആളുകൾക്ക് പലപ്പോഴും പല അക്ഷരങ്ങളും വഴങ്ങി കിട്ടാറില്ല. ചില പണ്ഡിതന്മാർ പറയും അത് അവരുടെ ഓതല് ശരിയാകില്ല എന്ന്. എന്താണ് അവർക്ക് പലപ്പോഴും എല്ലാം വാദത്തെ സായായിട്ട് അവർ പറയും. എന്നൊക്കെയാണ് അവർ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർക്ക് വാദമൊന്നും വഴങ്ങി കിട്ടില്ല അവരുടെ നാവിൽ. പക്ഷെ ശരിക്കും ഹിഫ്ള് പഠിച്ച ആളുകൾ അത് അങ്ങനെ തന്നെ ഉത്തരേന്ത്യയിലുള്ള ഹാഫിളീങ്ങളും ഓതും. പക്ഷെ സാധാരണക്കാര് വലദ്വാലീൻ എന്ന് ഓതുന്നത് വലദ്ദാലീൻ എന്നൊക്കെയാണ് ഓതുന്നത്. തെറ്റാണ് അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ. അക്ഷരം മാറിപ്പോവുകയാണ്. അത് പരിശീലിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ മലയാളികൾക്ക് അൽഹംദുലില്ലാഹ് പരിശീലിച്ചാൽ പെട്ടെന്ന് ഈ അക്ഷരങ്ങളൊക്കെ വഴങ്ങി കിട്ടും. അത് അവരുടെ ഒരു ഭാഷയുടെയും നാവിന്റെയും പ്രത്യേകതയാണ്. അപ്പോ നാവിൽ നിന്നുള്ള 18 അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് കൃത്യമായി പരിശീലിച്ച് നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിക്കില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ അതിന്റെ ഒരു പരിശീലനമായി ഈ അവസാനം പറഞ്ഞ അക്ഷരങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് പാട്ട് രൂപത്തിൽ പറഞ്ഞു തരാം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സ്വല്ലല്ലാഹ് لا إله إلا الله لا إله إلا الله طاطيط 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 داديد دنداديد داديد دنداديد Tatitu tan tatitu Tatitu tan tatitu Tatitu tan tatitu Tatitu tan tatitu Dhalimu lan dhalimu Dhalimu lan dhalimu Dhalimu lan dhalimu Dhalimu lan dhalimu Hasbi
ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. വിധേയരീതിയിൽ എല്ലാ അക്ഷരങ്ങളും ഒന്ന് പറഞ്ഞ് അതിന്റെ ഹർക്കത്തുകൾ കൊടുത്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിക്കുക. ഇന്നലെ ഒരു കാര്യം ഞാൻ ചോദിച്ചിരുന്നു, നോക്കിയിരുന്നു അല്ലെങ്കിൽ നിബിധങ്ങൾക്കാണോ യൂസുഫ് നബി അലൈഹിസ്സലാമിനാണോ സൗന്ദര്യം കൂടുതലും? അതിന് പഠിച്ചിരുന്നു അതിനെ കുറിച്ച്? യൂസുഫ് നബിനെ ചന്ദ്രനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂര്യനോടാണ് ഉപമിക്കുക. നോക്കിയിരുന്നോ? ഇല്ലല്ല, ഞാൻ ഇന്നലെ തന്നെ അത് പറഞ്ഞിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചന്ദ്രനോട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂര്യനോട് ഉപമിച്ചിട്ടുണ്ട്. പല രീതിയിൽ പല അഭിപ്രായങ്ങൾ അതിൽ നമുക്ക് കാണാം. പഠിക്കുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കില്ല. അതാണ് ഒരു കാര്യം കിട്ടിയാൽ അതിനെക്കുറിച്ച് പഠിക്കുക. മഹാനായ നമ്മുടെ ഈ മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫ ഇമാം ഒരു ആയത്ത് റഹിമഹുല്ലാഹ് ഒരായത്ത് ഇശാ നമസ്കാരത്തിൽ കേട്ടു ഇമാം ഓതുന്നത്. ആ ആയത്തിനെ കുറിച്ച് ചിന്തിച്ച് സുബഹി വരെ ഉറങ്ങാതെ കിടന്നു എന്നാണ്. എവിടെ നമുക്ക് ഒരു സുബഹി വരെ ഒരു മണിക്കൂർ, ഒരു 5 മിനിറ്റെങ്കിലും അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും? എവിടെ? ഇല്ല. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബാണ് നമ്മൾ പിൻപറ്റുന്നത് ഹനഫികൾ. ആ ഇമാമ് ഒരായത്ത് ഇമാം ഓതുന്നത് ഇശാ നമസ്കാരത്തിൽ കേട്ടു. അതിനെ ചിന്തിച്ച് സുബഹി വരെ അത് ചിന്തിച്ചുകൊണ്ട് കിടന്നു. എങ്ങനെയുണ്ട്? അത് ഏതായത്താ? ആ ആയത്ത് കേട്ട നമ്മൾ ഓർക്കുമോ ഈ ആയത്താണ് ചിന്തിച്ചത്? നമ്മൾ സ്ഥിരം കേൾക്കുന്ന ആയത്താ. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ആ ആയത്താ ചിന്തിച്ചത്. നമ്മൾ നോക്കുമ്പോ അനുമണത്തൊക്കെ നന്മവേണ്ടി കാണും, അനുമണത്തൊക്കെ തിന്മേണ്ടി അത് കാണും, അത്രേ ഉള്ളൂ. അതിന്റെ അത് നമുക്കൊന്നുമില്ല. പക്ഷെ അബൂ ഹനീഫ ഇമാം രാത്രി മുഴുവൻ അതിനെ കുറിച്ച് ചിന്തിച്ചു എന്നാണ്. പഠിക്കുന്നവർക്ക് ധാരാളമുണ്ട് ഖുർആനിൽ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഠിക്കാൻ തയ്യാറുണ്ടോ? ഖുർആൻ ഇങ്ങനെ വിശാലമാണ്. അല്ലാഹു തആല പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ പറഞ്ഞു വന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് സൗന്ദര്യം കൂടുതൽ. ആദം നബി അലൈഹിസ്സലാമയ്ക്ക് പകുതി സൗന്ദര്യം കൊടുത്തു എന്ന് പറഞ്ഞു. അത് എന്തിന്റെ പകുതി സൗന്ദര്യമാണ്? ആദം നബി അലൈഹി സ്വലാമിന് പകുതി സൗന്ദര്യം കൊടുത്തു എന്ന് നമുക്കറിയാം. എന്തിന്റെ പകുതി സൗന്ദര്യമാണ്? ആരുടെ പകുതി സൗന്ദര്യമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിന്റെ പകുതിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്തിരിക്കുന്നത്. പല അഭിപ്രായങ്ങളുണ്ട്. ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നത് ആദം നബി അലൈഹിസ്സലാമെ അല്ലാഹു തആല അവന്റെ കൈകൊണ്ട് പടച്ച ആദ്യത്തെ സൃഷ്ടിയാണ്. നേരിട്ട് സൃഷ്ടികർമ്മം അല്ലാഹു നടത്തിയിരിക്കുന്ന ആദ്യത്തെ സൃഷ്ടിയാണ് ആര്? ആദം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പൂർണ്ണതയിലാണ്, പൂർണ്ണ സൗന്ദര്യത്തിലാണ് ആദം നബി അലൈഹിസ്സലാമെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം അവൻ അവന്റെ കൈകൊണ്ട് പടച്ച് അവൻ സ്വന്തമായി സൃഷ്ടികർമ്മത്തിന് നേതൃത്വം കൊടുത്ത് ചെയ്ത ആ സൃഷ്ടിപ്പ്, ആദ്യത്തെ സൃഷ്ടിപ്പ്, അതിനെ ഏറ്റവും മനുഷ്യ സൗന്ദര്യത്തിന്റെ, ഹുസ്നുൽ ബശരിയത്തിന്റെ ഏറ്റവും അങ്ങേയറ്റ സൗന്ദര്യമാർക്കുണ്ട് ആദം നബി അലൈഹിസ്സലാമിന്. നമ്മൾ കണ്ടിട്ടില്ല, നമുക്കറിയില്ല. അതിന്റെ പകുതി സൗന്ദര്യമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്തിരിക്കുന്നത്. ഹവ്വാ ബീബി അലൈഹിസ്സലാമയെ സ്ത്രീയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ സൗന്ദര്യത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹു തആല തന്നെയാണ് അതിന് സൃഷ്ടികർമ്മം നടത്തിയത്. ആദ്യത്തെ സ്ത്രീ, അതിന്റെ പകുതി സൗന്ദര്യം ഒരു സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. അറിയോ? അറിയോ? അറിയില്ല. അറിയോ? അല്ല, സാറാ ബീബി അലൈഹിസ്സലാം. സാറാ ബീബി എന്ന് പറഞ്ഞാൽ ആരാ? ഇബ്രാഹിം. ആർക്കും അറിയില്ല അങ്ങനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ഭാര്യയാണ് സാറാ ബീബി അലൈഹിസ്സലാം. സാറാ ബീബിക്ക് വളരെ സൗന്ദര്യം ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാഹു തആല കുഞ്ഞിനെ കൊടുത്തില്ല.
സന്താനത്തിനുള്ള സൗഭാഗ്യം ആദ്യം നൽകിയില്ല. അങ്ങനെയാണ് ഹാജറ ബീബിയെ വിവാഹം കഴിക്കുന്നത്. അപ്പോ ആദ്യത്തെ ഭാര്യ സാറാ ബീബി അലൈഹിസ്സലാം ഹവ്വാ ബീബി അലൈഹിസ്സലാമിന്റെ പകുതി സൗന്ദര്യം കൊടുത്തു. അപ്പോ ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബിതങ്ങൾ ഇങ്ങനെ ചെരുപ്പ് നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ, ഞാൻ നിർത്തുകയാണ്, നബിതങ്ങൾ ഇങ്ങനെ ചെരുപ്പ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെരുപ്പ് നന്നാക്കിയപ്പോൾ ചെരുപ്പ് മുത്തിയുടെ എടുത്തു കൊടുത്താൽ, പക്ഷേ നബിതങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യുന്ന ആളായിരുന്നു. മറ്റുള്ളവരെ ഒന്നിനും ആശ്രയിക്കാതെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മുഅ്മിന്റെ അന്തസ്സാണ്. നബിതങ്ങൾ അങ്ങനെ ചെരുപ്പ് നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് വേർപ്പിങ്ങനെ പൊടിഞ്ഞു. ആ നെറ്റിത്തടത്തിൽ മണിമുത്തുകളെ പോലുള്ള വേർപ്പ് കണികകൾ ആയിഷ ബീബി അലൈഹിസ്സലാം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അന്താളിച്ചു പോയി എന്ന് ഹദീസിൽ കാണാം, ആ സൗന്ദര്യം കണ്ടിട്ട്. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാമെ ആ മിസ്രിലെ പെണ്ണുങ്ങൾ കണ്ടപ്പോൾ അവിടുത്തെ കയ്യാണ് മുറിച്ചതെങ്കിൽ ഈ ഹബീബിന്റെ ഈ നെറ്റിത്തടം ജബീൻ കണ്ടിരുന്നെങ്കിൽ ഖത്തഅന ഖുലൂബഹുന്ന, അവരുടെ ഹൃദയങ്ങൾ തന്നെ അവർ മുറിച്ചേനെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെ തെറ്റുകളിലേക്ക് സ്ത്രീകൾ കൊണ്ടുവന്ന ഒരു സംഭവം നബിതങ്ങളുടെ അടുത്തില്ല. ഉണ്ടോ അങ്ങനെ ഒരു സംഭവം? നബിതങ്ങളുടെ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി തെറ്റിലേക്ക് നബിതങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ ഇടപെടലുകൾ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല, അത് ചരിത്രത്തിൽ ഇല്ലതാണ്. അതിന്റെ കാരണമായി പറയുന്നത് ഹൈബത്തൻ വഖാറ, നബിതങ്ങളുടെ സൗന്ദര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. ആദം നബിയുടെ പകുതി സൗന്ദര്യമാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിക്ക് കൊടുത്തിരുന്നെങ്കിൽ ലോകത്തിന്റെ എന്തൊക്കെ സൗന്ദര്യമുണ്ടോ അതിനൊന്നും തുല്യം വെക്കാനില്ലാത്ത സൗന്ദര്യവും ശബ്ദവും നബിതങ്ങൾക്ക് കൊടുത്തിരുന്നു. പക്ഷേ അതിനൊരു മറ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടു. ഹൈബത്തൻ വഖാറ, നബിതങ്ങൾക്ക് ഒരു ഗാംഭീര്യം കൊണ്ട് ഒരു മറ അല്ലാഹു തആല ഇട്ടിരുന്നു. തെറ്റുകളിലേക്ക് അല്ലെങ്കിൽ നബിതങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി എല്ലാവരും സ്തബ്ധരായി പോയെന്ന് ചരിത്രം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അപ്പോ അതിനുവേണ്ടി ഒരു മറ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് ഇട്ടിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. എന്നാൽ ഏറ്റവും സൗന്ദര്യമുള്ളത് ആർക്കായിരുന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു എന്നുള്ളതാണ് അതിന്റെ വിശദീകരണത്തിൽ കാണുന്നത്. പല വ്യാഖ്യാനങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. സൂര്യനായിരുന്നു നബിതങ്ങൾ, ചന്ദ്രനാണ് യൂസുഫ് നബി. ചന്ദ്രനിലേക്ക് നമുക്ക് നോക്കാൻ കഴിയും, സൂര്യനിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുമോ? നേരിട്ട് സൂര്യനിലേക്ക് നമുക്ക് നോക്കാൻ കഴിയില്ല. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. അപ്പോൾ ആ നിലയ്ക്കാണ് നബിതങ്ങളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നമുക്ക് ചുണ്ടിന്റെ 4 അക്ഷരങ്ങളുടെ മഖ്റജും ബാക്കി 1-2 മഖ്റജ് കൂടി കഴിഞ്ഞാൽ മഖ്റജിന്റെ പഠനം കഴിയും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് മഖ്റജിന്റെ ഒരു ചോദ്യം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഞാൻ ഗ്രൂപ്പിൽ ആ മഖ്റജുകളെല്ലാം ഒന്ന് എഴുതിയിടാം. മഖ്റജ് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. ചോദിച്ചുത്തരം പറയുന്നവർക്ക് ഇൻഷാ അല്ലാഹ് എന്റെ വക ദുആ ഉണ്ടായിരിക്കും. ചിരിക്കുന്നതെന്താ? ദുആയിലെ ഏറ്റവും വലുത് ഇൻഷാ അല്ലാഹ്. ഏത് ദുആയാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അല്ലാഹു തആല എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു